ആരൊക്കെയാണ്? ഇന്ന് കേരളത്തിലെ പെൻഷൻകാരിൽ ഒരു 30-40% ആളുകൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ്. പുതിയ ബഡ്ജറ്റ് 2024-25 ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞ ലിമിറ്റ് എത്രയാ? എത്ര ലക്ഷം വരെ ഇപ്പൊ ടാക്സ് കൊടുക്കണ്ട, ഇൻകം ടാക്സ് കൊടുക്കണ്ട? അല്ല, 3 ലക്ഷത്തിന് മേലെ വാർഷിക വരുമാനമുള്ള എല്ലാവരും, പെൻഷൻകാരും ജീവനക്കാരും മറ്റു വരുമാനമുള്ള ആളുകളും ഒക്കെ, പെൻഷൻ മാത്രമല്ല, ഇൻകം ഫ്രം ഓൾ സോഴ്സസ് അല്ലെ, നിങ്ങൾക്കുള്ള എല്ലാ സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനവും കൂട്ടി അത് 3 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. എത്ര ലക്ഷം വരെ ടാക്സ് ഇല്ല? 7 ലക്ഷം വരെ ടാക്സ് ഇല്ല അല്ലെ? 7 ലക്ഷം വരെ ടാക്സ് ഇല്ല. പക്ഷെ 7 ലക്ഷം വരെ സ്വാഭാവികമായും നിങ്ങൾക്ക് ടാക്സ് എക്സംപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് 6 ലക്ഷം ഉള്ളൂ, നിങ്ങൾ റിട്ടേണൊന്നും ഫയൽ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ടാക്സ് എക്സംപ്ഷൻ കിട്ടുമോ? ഇല്ല. അപ്പൊ 3 ലക്ഷത്തിന് മേലെ വാർഷിക വരുമാനമുള്ള എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. 3 ലക്ഷത്തിന് മേലെ ടാക്സബിൾ ഇൻകം ഉള്ള, അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിച്ച്, പുതിയതനുസരിച്ച് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഒരു ഗെയിം അനുസരിച്ച് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000, 50,000 ആയിരുന്നു ഈ വർഷം 75,000 ആക്കിയിട്ടുണ്ട്. അപ്പൊ 3 ലക്ഷത്തിന് മേലെ വരുമാനമുള്ള ആളുകൾ, അതെന്തൊക്കെ വരുമാനമാണ്? പെൻഷൻ, ശമ്പളത്താണ് കണക്കാക്കുക, പെൻഷനിലെ സാലറി അറിയില്ല, പെൻഷൻ വരും. നിങ്ങൾ ഫാമിലി പെൻഷൻ ആരും വാങ്ങുന്നുണ്ടെങ്കിൽ അത് വരും. നിങ്ങൾക്ക് മറ്റ് കാർഷിക വരുമാനമല്ലാത്ത മറ്റെല്ലാ വരുമാനത്തിലും നിങ്ങൾ ടാക്സ് അടയ്ക്കണം. ആ വരുമാനത്തിന് വേണ്ടി 3 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആന്റിസിപ്പേറ്ററി ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യലാണ്. സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ ഏപ്രിൽ മെയ് മാസത്തിൽ ആന്റിസിപ്പേറ്ററി ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണം. എന്താ കാരണം? നിങ്ങൾക്ക് വരുമാനം, വലിയ വരുമാനം, പെൻഷൻ വാങ്ങുന്ന ആളുകളാണ്. ടീച്ചർമാർക്കൊക്കെ വലിയ പെൻഷനായിരിക്കും അല്ലെ? വലിയ പെൻഷനാണ്. 3 ലക്ഷത്തിന് മേലെ നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാതെ നിങ്ങൾക്ക് എക്സംപ്ഷൻ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ വരുമാനം കണക്കാക്കി ട്രഷറി ഓഫീസർ നിങ്ങളിൽ നിന്ന് ഇൻകം ടാക്സ് പിടിക്കാൻ ബാധ്യസ്ഥനാണ്. നിങ്ങളുടെ സമ്മതം ആവശ്യമില്ല. TDS ആണ്, ടാക്സ് ഡിഡക്ഷൻ സോഴ്സ് ആണ്. സോഴ്സിൽ നിന്ന്, നിങ്ങളുടെ സോഴ്സിൽ നിന്ന്, അത് ജീവനക്കാരനായാലും പെൻഷൻകാരനായാലും മറ്റൊരു ഫാക്ടറി തൊഴിലാളിയായാലും ആരാണോ അവർക്ക് വേതനം കൊടുക്കുന്നത് അവര് ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് ഇത് പിരിച്ചെടുക്കാൻ ബാധ്യസ്ഥരാണ്. ആ നിലയ്ക്ക് അവർ പിരിച്ചെടുക്കും, അടയ്ക്കും. ഇത് പിന്നീട് നിങ്ങൾ റീഫണ്ട് വാങ്ങണം. അതിന് ഒഴിവാണെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ആദ്യമായി ആന്റിസിപ്പേറ്ററി ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണം. ഇതിന്റെ ആകെ വരുമാനം ഇത്രയാണ്, അതിൽ ഇത്ര രൂപ വരുമാനത്തിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അത് ഇത്ര ഗഡുക്കളായി വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. മറ്റൊന്ന് ഫയൽ ചെയ്യേണ്ടത് ജൂലൈ 31 മുമ്പാണ്. ITR ഫയൽ ചെയ്യേണ്ടത് ജൂലൈ 31 മുമ്പാണ്. ആ ജൂലൈ 31 അത് ഫയൽ ചെയ്ത് നമ്മുടെ 3 ലക്ഷത്തിന് മേലെ 7 ലക്ഷം വരെ നമുക്ക് റിബേറ്റ് ഉണ്ട്. എത്രയാണോ ടാക്സ് വരിക, 3 ലക്ഷം മുതൽ 7 ലക്ഷം വരെ 5% ഇൻകം ടാക്സ്. അപ്പൊ എത്രയാണോ എന്ന് കണക്കാക്കി ആ സമയം മുഴുവൻ നമുക്ക് റിബേറ്റ് കഴിച്ച് ഇപ്പൊ ഇൻകം ടാക്സ് ഇല്ല. പക്ഷെ 7 ലക്ഷത്തി 1000 രൂപ, 3 ലക്ഷത്തി 1000 രൂപയാണ് നിങ്ങളുടെ വരുമാനമെങ്കിലോ, 7 ലക്ഷം വരെ ടാക്സ് ഇല്ല അല്ലെ? 7 ലക്ഷത്തി 1000 രൂപയാണ് നിങ്ങളുടെ ടാക്സ് എങ്കിലോ, വരുമാനമെങ്കിലോ ടാക്സ് കൊടുക്കണം. എത്രയ്ക്ക് ടാക്സ് കൊടുക്കണം? 3 ലക്ഷത്തിന് മേലെയുള്ള തുകയ്ക്ക് മുഴുവൻ ടാക്സ് കൊടുക്കണം. മനസ്സിലായോ? 7 ലക്ഷത്തിനാണ് എക്സംപ്ഷൻ. 7 ലക്ഷത്തിന് മേലെ ടാക്സബിൾ ഇൻകം ആണെങ്കിൽ നിങ്ങൾ 3 ലക്ഷം മുതൽ മേലോട്ടുള്ള തുകയ്ക്ക് ടാക്സ് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, സംഘടനാ പ്രവർത്തകർ അറിഞ്ഞിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്.